भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധ അധ ദ്വിതീയോധ്യായ. ശ്രീശുക ഉവാച. ഗോവിന്ദഭുജഗുപ്തായാം ദ്വാരവത്യാം കുരുദ്വഹ. അവാൽസീൽ നാരദോ ഭീക്ഷ്ണം കൃഷ്ണോപാസനലാലസ. കോനുരാജന്നിന്ദ്രിയവാൻ മുകുന്ദചരണാംബുജം. നഭജേൽ സർവതോ മൃത്യുരുപാസ്യമമരോത്തമൈ. തമേകദാതു ദേവർഷിം വസുദേവോ ഗൃഹാഗതം. അർച്ചിതം സുഖമാസീനമഭിവാദ്യേതമബ്രവീൽ. വസുദേവ ഉവാച. ഭഗവൻ ഭവതോ യാത്രാസ്വസ്ഥയേ സർവദേഹിനാം. കൃപണാനാം യഥാ പിത്രോരുത്തമശ്ലോകവർത്മനാം. ഭൂതാനാം ദേവചരിതം ദുഃഖായ ച സുഖായ ച. സുഖായൈവ ഹി സാധൂനാം ത്വാദൃശാമച്യുതാത്മനാം. ഭജന്തി യേ യഥാ ദേവാൻ ദേവോ അപി തഥൈവ താൻ. ഛായേവ കർമ്മ സജീവാ സാധവോ ദീനവത്സലാ. ബ്രഹ്മംസ്തഥാപി പൃച്ഛാമോ ധർമാൻ ഭാഗവതാംസ്തവ. യാശ്രുത്വാ ശ്രദ്ധയാ മർത്യോ മുച്യത്തെ സർവതോ ഭയാൽ. അഹം കില പുരാനന്ദം പ്രജാർത്ഥോ ഭുവി മുക്തിദം. അപൂജയം ന മോക്ഷായ മോഹിതോ ദേവമായയാ. യഥാ വിചിത്രവ്യസനാൽ ഭവദ്ഭിർവിശ്വതോ ഭയാൽ. മുച്യേ മഹ്യം ച സൈവാദ്ധാ തഥാ ന ശാധി സുവ്രത. ശ്രീശുക ഉവാച. രാജന്നേവം കൃതപ്രശ്നോ വസുദേവേന ധീമതാ. പ്രീതസ്തമാഹ ദേവർഷിർഹരേ സംസ്മാരിതോ ഗുണൈ. നാരദ ഉവാച. സമ്യഗ്വേതദ്വ്യവസിതം ഭവതാ സാത്വതർഷഭ. യൽ പൃച്ഛസേ ഭാഗവതാൻ ധർമാംസ്ത്വം വിശ്വഭാവനാൽ. ശ്രുതോനുപഠിതോധ്യാത ആദൃതോ വാനുമോദിത. സദ്യ പുനാതി സദ്ധർമ്മോ ദേവവിശ്വദ്രുഹോപി. ത്വയാ പരമകല്യാണ പുണ്യശ്രവണകീർത്തന. സ്മാരിതോ ഭഗവാനദ്യ ദേവോ നാരായണോ മമ. അത്രാപ്യുദാഹരന്തീമമിതിഹാസം പുരാതനം. ആർഷഭാണാം ച സംവാദം വിദേഹസ്യ മഹാത്മന. പ്രിയവ്രതോ നാമ സുതോ മനോസ്വായംഭുവസ്യ. തസ്യാഗ്നിധ്രസ്തോ നാഭിർഷഭസ്തൽസുതസ്മൃത. തമാഹുർവാസുദേവാംശം മോക്ഷധർമ്മ വിവക്ഷയാ. അവതീർണം സുതശതം തസ്യാസീൽ ബ്രഹ്മപാരഗം. തേഷാം തു ഭരതോ ജ്യേഷ്ഠോ നാരായണപരായണ. വിഖ്യാതം വർഷമേതദ്യന്നാംനാ ഭാരതമദ്ഭുതം. സഭുക്തഭോഗാം ത്യക്തേമാം
നിർഗതസ്തപസാഹരിം ഉപാസീനസ്തൽപദവിം ലേഭേ വൈ ജന്മഭിസ്ത്രിഭി തേഷാം നവനവദ്വീപപതയോസ്ത്യ സമന്തത കർമ്മതന്ത്രപ്രണേതാരായേകാശീതിർദ്വിജാതയ നവാഭവൻ മഹാഭാഗാമുനയോ ഹ്യർത്ഥശംസിന ശ്രമണാവാദരശനാത്മവിദ്യാ വിശാരദ കവിർഹരിരന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്രോധദ്രുമിളശ്ചമസക്കരഭാജന തയേതേ ഭഗവദ്രൂപം വിശ്വം സദസദാത്മകം ആത്മനോ വ്യതിരേകേണ പശ്യന്തോ വ്യചരന്മഹിം അവ്യാഹതഷ്ടഗതയസ്സുരസിദ്ധസാധ്യഗന്ധർവയക്ഷനരകിന്നരനാഗലോകാൻ മുക്താശ്ചരന്തി മുനിചാരണഭൂതനാഥ വിദ്യാധരദ്വിജഗവാം ഭുവനാനി കാമം തയേകദാ നിമേ സത്രമുപജഗ്മുറുയദൃക്ഷയാ വിതായമാനമൃഷിഭിരജനാഭേ മഹാത്മന താൻ ദൃഷ്ട്വാ സൂര്യസങ്കാശാൻ മഹാഭാഗവതാൻ നൃപ യജമാനോഗ്നയോ വിപ്രാ സർവ ഏവോപതസ്ഥിരേ വിദേഹസ്ഥാനഭിപ്രീത്യ നാരായണപരായണാൻ പ്രീതസംപൂജയാംശ്ചക്രേ ആസനസ്ഥാൻ യഥാർഹത താൻ രോചമാനാൻ സ്വരുചാ ബ്രഹ്മപുത്രോപമാൻ നവ പപ്രച്ഛ പരമപ്രീത പ്രശ്രയാവനതോ നൃപ വിദേഹ ഉവാച മന്യേ ഭഗവതഃ സാക്ഷാൽ പാർഷദാൻ വോ മധുദ്വിഷ വിഷ്ണോർഭൂതാനി ലോകാനാം പാവനായ ചരന്തി ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശനം അതാത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഘ സംസാരേസ്മിൻ ക്ഷണാർത്ഥോപി സത്സംഗശേവധിർനൃണാം ധർമാൻ ഭാഗവതാൻ ബ്രൂത യദി ന ശ്രുതയേ ക്ഷമം യൈ പ്രസന്ന പ്രപന്നായ ദാസ്യത്യാത്മാനമപ്യജ നാരദ ഉവാച ഏവം തേ നിമിനാ പൃഷ്ട വസുദേവ മഹത്തമാ പ്രതിപൂജ്യാബ്രുവൻ പ്രീത്യ സ സദസ്യർത്തിജം നൃപം കവിരുവാച മന്യേ കുതശ്ചിൽ ഭയമച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്നബുദ്ധേരസദാത്മഭാവാൽ വിശ്വാത്മനായത്ര നിവൃത്തത്തെ ഭീ യേ വൈ ഭഗവതാ പ്രോക്താ ഉപായാ ഹ്യാത്മലബ്ധയേ അഞ്ജപുംസാമവിദുഷാം വിദ്ധി ഭാഗവതാൻ ഹിതാൻ യാനാസ്ഥായ നരോ രാജൻ ന പ്രമാദ്യേത കർഹിചിൽ ധാവൻ നിമീല്യവാ നേത്രേ ന സ്ഖലേന്ന പതേദിഹ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാനുസൃതസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതൽ ഭയം ദ്വിതീയാഭിനിവേശതസ്യാശാദപേതസ്യ വിപര്യോ സ്മൃതി തന്മായയാതോ ബുധ ആഭജേത്തം ഭക്തികേശം ഗുരുദേവതാത്മാ അവിദ്യമാനോപ്യവഭാതി ഹി ദ്വയോ ധ്യാതുർധിയാ സ്വപ്നമനോരഥൗ യഥാ തൽകർമ്മസങ്കൽപ്പവികൽപകം മനോബുധോ നിരുന്ധ്യാദഭയം തതസ്യാൽ ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണൈർജന്മാനി കർമാണി ചയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേദസംഗ ഏവം വ്രതസ്വപ്രിയനാമകീർത്തിയ ജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചൈ ഹസത്യഥോരോദിതിരൗദിഗായത്യുന്മാധവൻ നൃത്യതി ലോകബാഹ്യ ഖം വായുമഗ്നിം സലിലം മഹീം ച ജ്യോതിംഷി സത്വാനി ദിശോദ്രുമാദീൻ സരിൽ സമുദ്രാംശ്ച ഹരേ ശരീരം യൽ കിഞ്ചഭൂതം പ്രണമേദനന്യ ഭക്തിപരേശാനുഭവോ വിരക്തിരന്യത്ര ചൈഷത്രികേകകാല പ്രപദ്യമാനസ്യ യഥാശ്നതസ്യുസ്തുഷ്ടി പുഷ്ടി ക്ഷുതപായോനുഘാസം ഇത്യച്യുതാംഘ്രിം ഭജതോനുവൃത്യ ഭക്തിർവിരക്തിർഭഗവൽ പ്രബോധ ഭവന്തി വൈ ഭാഗവതസ്യ രാജംസ്തത പരാം ശാന്തിമുപൈതി സാക്ഷാൽ രാജോവാച അധ ഭാഗവതം ബ്രൂതായ ധർമ്മോ യാദൃശോ നൃണാം യഥാചരതി യദ്ബ്രൂതേയൈർലിംഗേർഭഗവൽ പ്രിയ ഹരിരുവാച സർവഭൂതേഷു യഃ പശ്യേൽ ഭഗവദ്ഭാവമാത്മനാ ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമ
ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷൽസു ച പ്രേമമൈത്രീ കൃപോപേക്ഷ യക്കരോതി സമധ്യമ അർച്ചായാമേവ ഹരേ പൂജാം യശ്രദ്ധയേ ഹതേ ന തദ്ഭക്തേഷു ചാന്യേഷു സഭക്തപ്രാകൃതസ്മൃത ഗൃഹീത്വാപീന്ദ്രിയൈരർത്ഥാൻ യോ ന ദ്വേഷ്ടി ന ഹൃഷ്യതി വിഷ്ണോർമായാമിദം പശ്യൻ സ വൈ ഭാഗവതോത്തമ ദേഹേന്ദ്രിയപ്രാണമനോധിയാം യോ ജന്മാപേക്ഷുർഭയദർശകൃച്ഛൈ സംസാരധർമ്മൈരവിമുഹ്യമാന സ്മൃത്യാ ഹരേർഭാഗവത പ്രധാന ന കാമകർമ്മബീജാനാം യസ്യ ചേതസി സംഭവ വാസുദേവൈകനിലയ സ വൈ ഭാഗവതോത്തമ ന യസ്യ ജന്മകർമ്മഭ്യാം വർണ്ണാശ്രമജാതിഭി സജ്ജതേസ്മിന്നഹം ഭാവോ ദേഹേ വൈ സ ഹരേ പ്രിയ ന യസ്യ സ്വപരൈതി വിത്തേഷു ആത്മനിവാഭിത സർവഭൂതസമശാന്ത സ വൈ ഭാഗവതോത്തമ ത്രിഭുവന വിഭവഹേതവേപ്യകുണ്ഠസ്മൃതിരജിതാത്മസുരാദിഭിർവിമൃഗ്യാൽ ന ചലതി ഭഗവത്പദാരവിന്ദാല്ലവ നിമിഷാർത്ഥമപി യ സ വൈഷ്ണവയാഗ്ര്യ ഭഗവത ഉരുവിക്രമാഘ്രിശാഖാനഖമണിചന്ദ്രികയാ നിരസ്തതാപേ ഹൃദി കഥമുപസീദതാം പുനഃ സ പ്രഭവതി ചന്ദ്ര ഇവോദിതേർക്കതാപ വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാൽ ഹരിരവശാഭീതോപ്യഖൗഖനാശ പ്രണയരശനയാ ധൃതാംഘ്രിപത്മ സ ഭവതി ഭാഗവത പ്രധാന ഉക്ത ശ്രീഹരേ നമ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ഭാഗവതധർമ്മനിരൂപണം നാമ ദ്വിതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയിൽ നാം ഏകാദശ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായം പാരായണം ചെയ്ത് പ്രഭാഷണ രൂപത്തിൽ ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു. ഇന്ന് ഏകാദശ സ്കന്ധം രണ്ടാമത്തെ അധ്യായത്തോടുകൂടി ആരംഭിക്കുകയാണ്. ശിശുബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നു, ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യാം കുരുദ്വഹ അവാൽസീൽ നാരദോ അഭീക്ഷണം കൃഷ്ണോപാസന ലാലസഹ. ഗോവിന്ദ ഭുജഗുപ്തായാം ശ്രീകൃഷ്ണന്റെ കൈകളാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദ്വാരവത്യാം ദ്വാരകയിൽ കുരുദ്വഹ അല്ലയോ കുരുശ്രേഷ്ഠനായിരിക്കുന്ന പരീക്ഷത്തെ കൃഷ്ണോപാസന ലാലസഹ ശ്രീകൃഷ്ണനെ സേവിക്കുന്നതിൽ ഉപാസന ചെയ്യുന്നതിൽ അത്യാഗ്രഹമുള്ള നാരദൻ അഭീക്ഷ്ണം അവാൽസീൽ പലപ്പോഴും ദ്വാരകയിൽ വന്ന് താമസിച്ചു. യാദവകുലത്തിന് നാശകാരണമായിരിക്കുന്ന ബ്രാഹ്മണ ശാപം, അതാണ് കഴിഞ്ഞ അധ്യായത്തിൽ 24 ശ്ലോകങ്ങളിലൂടെ നമ്മൾ കേട്ടത്. പിന്നീട് ഇത് രണ്ടാമത്തെ അധ്യായം പാരായണം ചെയ്ത് സമർപ്പിച്ചു. ഇവിടെ മുക്തി എന്ന ഭാവത്തിലേക്ക് എത്താൻ വൈരാഗ്യത്തിന് വിരക്തിക്ക് വലിയ സാധ്യതയുണ്ട് എന്ന് കാണിക്കുകയാണ്. വൈരാഗ്യമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. നിത്യാനിത്യ വസ്തു വിവേകം ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഫലഭോഗ വിരാഗം വൈരാഗ്യം ഉണ്ടാവും. ഇവിടെയും അങ്ങ് പരലോകത്തിലും ഇഹലോകത്തിലും പരലോകത്തിലും. എന്നാൽ അത് മാത്രം പോരാന്നാ പറയുന്നത്. ശമാധി ഗുണങ്ങൾ ഉണ്ടാവണം, ശമം ദമം തുടങ്ങിയവയൊക്കെ ഉണ്ടാവണം. അതിനെന്ത് വേണം? അതിന് സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം വേണം. അങ്ങനെ സജ്ജന സംസർഗം ഉണ്ടായാൽ സജ്ജനങ്ങൾക്ക് ഭഗവാനെ കുറിച്ചേ പറയാനുണ്ടാവുള്ളൂ. ഭഗവത് കഥകളിൽ നമുക്കും താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഭഗവത് ഭക്തിയും അതുവഴി മുക്തിയും ഉണ്ടാവും. ഏറ്റവും നല്ല കുലത്തിൽ പിറന്ന ആളുകൾക്ക്, മുജ്ജന്മ സുഹൃതമുള്ള ആളുകൾക്ക് ഭഗവത് കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവുള്ളൂ.
ഉന്നത കുലത്തിൽ പിറന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഭഗവത് ഭക്തി ഉണ്ടാവണമെന്നില്ല. എത്രയോ ആളുകൾ അല്ലേ വിശേഷമായിട്ടുള്ള കുലത്തിലാണ് പിറന്നത്, പക്ഷേ അവർക്ക് ഭഗവത് ഭക്തിയില്ല. അപ്പോ ഇവിടെ പറയുകയാണ്, എങ്കിൽ ഈ പരീക്ഷിത്തോ ഉന്നത കുലത്തിൽ പിറന്നു എന്നുള്ളത് തന്നെയല്ല, അതിൽ താല്പര്യം, ആ ഭഗവാനിൽ വിശ്വാസവും അങ്ങയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഹേ കുരുശ്രേഷ്ഠ എന്ന് സ്നേഹ ബഹുമാന വാത്സല്യാദി വികാരങ്ങളോടുകൂടി ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനെ വിളിച്ചത്. അത് ശ്രീശുക ബ്രഹ്മർഷിയിൽ അത്തരം വിചാരവികാരങ്ങൾ ഉണ്ടായിട്ടല്ല, എങ്ങനെ ആവണം ഒരു ഭക്തൻ എന്ന് പരീക്ഷത്തിലൂടെ വക്താവായിരിക്കുന്ന ശ്രീശുകൻ നമുക്ക് കാണിച്ചു തരികയാണ്. ദക്ഷശാപം കിട്ടിയിട്ടുണ്ട് നാരദന് ഇല്ലേ, ഒരു സ്ഥലത്തും സ്ഥിരമായി താമസിക്കാൻ സാധിക്കാതെ പോട്ടെ. പ്രചേതസ്സുകളുടെ പുത്രനായ പ്രാചേതസ ദക്ഷൻ ശപിച്ചു. നമ്മളത് ഷഷ്ഠസ്കന്ധത്തിൽ കേൾക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നാരദ മഹർഷി ഈ ദ്വാരകയിൽ കുറെ കാലം താമസിച്ചത് എന്നാണെങ്കിൽ, ഭഗവാന്റെ കൈകളാൽ സംരക്ഷിക്കപ്പെട്ട ഗോവിന്ദഭുജഗുപ്തായാം ദ്വാരവത്യാം, അങ്ങനെയുള്ള ദ്വാരകയിലേക്ക്, മോക്ഷ കവാടമാണ് ദ്വാരക, അവിടേക്ക് ഒരു തരത്തിലുള്ള ശാപവും കടന്നു വരില്ല. അങ്ങനെ നാരദൻ ദ്വാരകയിൽ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ, ഭഗവാനെ കാണാനും നമസ്കരിക്കാനും സംഭാഷണം ചെയ്യാനുമൊക്കെയുള്ള താല്പര്യം കൊണ്ട് കൃഷ്ണോപാസനലാലസഹ നാരദ, നാരദൻ അഭീക്ഷ്ണം പലപ്പോഴും അവിടെ വന്ന് താമസിച്ചു. കോനുരാജൻ ഇന്ദ്രിയവാൻ മുകുന്ദചരണാംബുജം ന ഭജേൽ സർവതോ മൃത്യുരുപാസ്യമരോത്തമയി. പരീക്ഷത്തെ സർവതോ മൃത്യു, എല്ലാ ദിക്കിലും മൃത്യുവിന് അധീനമാണ്. ഇന്ദ്രിയ ജയം പ്രാപിച്ച കനു ഏതൊരാളാണ് അമരോത്തമൈ ഉപാസ്യം, ദേവശ്രേഷ്ഠന്മാർ പോലും ഉപാസിക്കാൻ യോഗ്യനായിരിക്കുന്ന മുകുന്ദചരണാംബുജം, ആ ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളെ ന ഭജേൽ ഭജിക്കുകയില്ല എന്നാണ്. നാരദ മഹർഷിക്ക് ഒന്നിലും താല്പര്യമില്ല, എല്ലാ വിഷയങ്ങളിലും വിരക്തി വന്ന ആളാണ് അദ്ദേഹം. പക്ഷേ ശ്രീകൃഷ്ണ സേവയിൽ ശ്രീശുക ബ്രഹ്മർഷി പറയുന്നത് നമുക്ക് സ്വാനുഭവത്തിൽ നിന്നാണ്. എല്ലാം ഉപേക്ഷിച്ച ശ്രീശുക ബ്രഹ്മർഷിക്ക് ഭാഗവതത്തിൽ താല്പര്യം ഉണ്ടായി. അതേപോലെ തന്നെ നാരദ മഹർഷിക്ക് ശ്രീകൃഷ്ണ സേവയിൽ താല്പര്യം ഉണ്ടായി. ലൗകിക വിഷയങ്ങളിൽ വിരക്തി വന്ന ആളാണ് നാരദൻ. പക്ഷേ ശ്രീകൃഷ്ണനെ ഭജിക്കൽ ഒരിക്കലും ലൗകികമല്ല, അത് അലൗകികമാണ്, ആത്മീയമാണ്. വിഷയങ്ങളിൽ വിരക്തി വന്ന ആളുകൾക്ക് വിശ്വസ്വരൂപനായ വിഷ്ണുവിന്റെ അവതാരമായ ഈ വംശീധരനിൽ താല്പര്യം ഉണ്ടാവുള്ളൂ. വിഷ്ണുഭജനത്തിനൊരുങ്ങി ലൗകിക സുഖങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ചു. അല്ലയോ പരീക്ഷിത്തെ, അങ്ങും അതുപോലെ തന്നെയല്ലേ? ദേവന്മാരിൽ വെച്ച് ബ്രഹ്മരുദ്രാദി ദേവന്മാര് പോലും ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നു. സംസാര സങ്കട കടലിൽ മുങ്ങിത്താഴുന്നവർക്കുള്ള ഏക തോണിയാണ് ഭഗവാന്റെ പാദാരവിന്ദം. പാദാരവിന്ദം ഭവസിന്ധുപോതം എന്നാണ്. മുക്തിം ദദാതി ഇതി മുകുന്ദഹ എന്നാണ്. മുക്തി നൽകുന്നവനാണ് മുകുന്ദൻ. അപ്പോ മോക്ഷേച്ഛുക്കളായിട്ടുള്ള ആളുകൾക്ക് ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ അല്ലാതെ മറ്റെന്താ ആശ്രയിക്കുക? എവിടെ ഇരുന്നാലും ഏതൊക്കെ വഴി നോക്കിയാലും മൃത്യുവിനെ ജയിക്കാൻ സാധാരണ രീതിയിൽ മനുഷ്യർക്ക് സാധിക്കില്ല. ഒരു ശ്വാസം വിടാനുള്ള സമയം സിദ്ധിച്ചാൽ അത് ലാഭം എന്ന് മാത്രമാണ്. കാരണം എപ്പോഴും ആ മരണം നമ്മളെ പിടികൂടാൻ കാത്തിരിക്കുന്നു. അങ്ങനെ മരണഭീതിയുള്ള ഏതൊരാൾക്കാണ് മുകുന്ദനെ ഭജിക്കാതിരിക്കാൻ സാധിക്കുക? എത്രയോ ആളുകൾ ഭജിക്കുന്നുണ്ടല്ലോ. എന്നാണെങ്കിൽ കണ്ണ്, മൂക്ക്, നാവ്, ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ, അതിൻ്റെയൊക്കെ നാഥനായിരിക്കുന്ന മനസ്സ്, ഇതിൽ വ്യാപരിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഭഗവാനെ ഭജിക്കാൻ സാധിക്കാതെ പറ്റുള്ളൂ. ഓരോ വിഷയങ്ങളാൽ ആകർഷിക്കപ്പെടുന്നത് കൊണ്ട് അവയെ സേവിക്കാൻ ദാസന്മാരായ, ആ ഇന്ദ്രിയങ്ങളുടെ ദാസന്മാരായ അവിവേകികൾക്ക് അതിന്റെ പിന്നാലെ പോകേണ്ടി വരും. ബഹ്യസപജ്ഞൈവ ഗേഹപതിം ലുനന്തി എന്ന് മറ്റൊരിടത്ത് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഓരോ വിഷയങ്ങളിൽ ആകർഷിക്കപ്പെടുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങൾ അതിന്റെ പിന്നാലെ പോകണം. അതുകൊണ്ടാണ് ശമം ദമം തുടങ്ങിയ ആ അവസ്ഥകൾ ഉണ്ടാവണമെന്ന് പറയുന്നത്.
ശമാധിവൃത്തി സഹിതനാണ് നാരദ മഹർഷി. അതുകൊണ്ട് അദ്ദേഹത്തിന് തുച്ഛമായ വിഷയങ്ങളുടെ പിന്നാലെ പോവുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും ആവില്ല. എപ്പോഴും സദാസേവ്യ മുകുന്ദ ചരണാംബുജം, എപ്പോഴും ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുക. മരണഭയത്തുന്ന അതീതരായ നാരദനും ദേവോത്തമന്മാരും ഭജിക്കുന്നുവെങ്കിൽ മരണഭീതിയുള്ള മനുഷ്യൻ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെയാണ് ആശ്രയിക്കേണ്ടത് എന്ന് പ്രത്യേകം നമുക്ക് ഓർമ്മിപ്പിക്കുകയാണ് ഭാഗവതം. മനുഷ്യൻ ഭഗവത്പാദ ഭക്തന്മാർ അതിൽ ശ്രദ്ധാലുക്കളല്ല എന്ന് വന്നാൽ ഈ മനുഷ്യജന്മം നിഷ്ഫലമായിട്ട് തീരും. മനുഷ്യജന്മം സഫലമാകണമെങ്കിൽ എന്ത് വേണം? ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ സദാസേവ്യ എപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരിക്കണം എന്നാണ്. അങ്ങനെയുള്ള നാരദ മഹർഷി ദ്വാരകയിൽ താമസിക്കുന്നതിനിടയിൽ തമേകദാ ദേവർഷിം വസുദേവോ ഗൃഹാഗതം അർച്ചിതം സുഖമാസീനം അഭിവാദ്യേതമബ്രവീൽ. ഏകദാ വസുദേവഃ ഗൃഹാഗതം. ഒരിക്കൽ വസുദേവര് ഗൃഹത്തിലേക്ക് വന്ന അർച്ചിതം പൂജിക്കപ്പെട്ട സുഖം ആസീനം സുഖകരമായ രീതിയിൽ ഒരു പീഠത്തിലിരിക്കുന്ന ദേവഋഷിം തം ആ ദേവർഷിയായ നാരദനെ അഭിവാദ്യ നമസ്കരിച്ചിട്ട് ഇതം അബ്രവീൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. നാരദ മഹർഷി വാസുദേവന്റെ ആ ദ്വാരകയിലെത്തി വസുദേവനായ ആ ശ്രീകൃഷ്ണ പിതാവ് എന്ന വലിയൊരു മഹാഭാഗ്യം അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച വസുദേവരുടെ അടുത്തേക്ക് ചെന്നു. ദേവർഷിയായ നാരദ മഹർഷിയെ വേണ്ട പോലെ പൂജിച്ചു. വസുദേവര് അദ്ദേഹത്തെ ഏറ്റവും വിശേഷമായിട്ടുള്ള സമ്യക്കായിരിക്കുന്ന രീതിയിൽ സുഖകരമായിരിക്കുന്ന രീതിയിൽ പീഠത്തിൽ സിംഹാസനത്തിൽ ഇരുത്തി നമസ്കാരം ചെയ്തു. അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള ആ ഭോജന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിനുശേഷം വളരെ വിനയത്തോടുകൂടി അദ്ദേഹത്തെ മുമ്പിൽ ചെന്ന് കൈകൂപ്പി ആ വസുദേവര് പറയുകയാണ്. വസുദേവര് ഭാഗവത ധർമ്മങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ ആധ്യാത്മികം ആധിദൈവികം എന്നിങ്ങനെയുള്ള 3 ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും തുടങ്ങിയ ചോദ്യങ്ങളാണ് നാരദ മഹർഷിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് നാരദ മഹർഷി നൽകുന്ന ഉത്തരം നിമി നവയോഗി സംവാദം എന്ന രീതിയിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നവയോഗികൾ എന്നറിയപ്പെടുന്ന ഋഷഭപുത്രന്മാര് കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്നിങ്ങനെയുള്ള ആ 9 പേര് നിമി മഹാരാജാവിന് നൽകുന്ന ഉപദേശം. 9 ചോദ്യങ്ങൾ, 9 ഉത്തരങ്ങൾ. അതാണ് നാരദ മഹർഷി വസുദേവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ വസുദേവ നാരദ സംവാദമാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇന്നിപ്പോ ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തിപൂർവം സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം
പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം
മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.